ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എറേഴ്സ് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, സോ പല എറേഴ്സ് നമുക്ക് ഉണ്ട്. സോ അതെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡീബഗ് ചെയ്ത് അതുപോലെ തന്നെ ബ്രേക്ക് പോയിന്റ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എറേഴ്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് വേറൊരു പ്രോജക്റ്റ് ആണ്. സോ ഈ പ്രോജക്റ്റിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. സോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോജക്റ്റ് ആയിരിക്കും വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. ഇത് ജസ്റ്റ് ഒരു നമുക്ക് എറേഴ്സ് എങ്ങനെ വരും എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പോകുന്നത്. ഇതിന്റെ ഫങ്ഷനാലിറ്റീസിനെ കുറിച്ച് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെ എറേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ ബ്രൗസറിന്റെ നിങ്ങൾ ഏത് ബ്രൗസർ ആണെങ്കിലും ഇപ്പൊ ഫയർഫോക്സ് ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ F12 ക്ലിക്ക് ചെയ്യുക. F12 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡീബഗർ ടൂൾ എന്ന് പറയും. ഇതിനെ ഡീബഗർ ടൂൾ എന്നാണ് പറയുന്നത് ബ്രൗസറിൽ. ഇവിടെ നമ്മൾ കൺസോളിലാണ് നമുക്ക് ഇങ്ങനെ എറേഴ്സ് വരുന്നത്. സോ ആദ്യത്തെ എറർ നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ 10 ആണ് ഇവിടെ ഡ്യൂറേഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ചിട്ട് ഒന്നും കൂടെ ഞാൻ കുറയ്ക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആവും. സോ ആദ്യം ഇപ്പൊ നിങ്ങൾ ഈ ഡീബഗർ ടൂൾ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോ റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ഇത് സ്ക്രീൻ മൊത്തം ബ്ലാങ്ക് ആയി. അപ്പൊ സ്ക്രീൻ ബ്ലാങ്ക് ആകുമ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ F12 ക്ലിക്ക് ചെയ്തിട്ട് കൺസോളിലേക്ക് പോയിട്ട് ഇവിടെ എന്താ എറർ എന്ന് നോക്കാം. സോ ഇവിടെ ആദ്യത്തെ എറർ എന്ന് പറഞ്ഞാൽ റിസൾട്ട്സ് ഓഫ് 0 ഈസ് അൺഡിഫൈൻഡ്. സോ ഇതൊരു അറയാണ്. ഈ റിസൾട്ട്സ് ഓഫ് 0 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. റിസൾട്ട്സ് നമുക്കറിയാം ഇതൊരു അറയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ റിസൾട്ട്സ് ആക്ച്വലി അൺഡിഫൈൻഡ് ആണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് 0 അല്ലെങ്കിൽ ഡോട്ട് കഴിഞ്ഞിട്ട് എടുക്കത്തില്ല വാല്യൂ. സോ ഇവിടെ അൺഡിഫൈൻഡ് ആണെങ്കിൽ ഇവിടെ എല്ലാം പൊട്ടും. അപ്പൊ അത് ഏത് ഫയലിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട്സ് ഇവിടെ നമ്മൾ റിസൾട്ട്സ് എന്ന് പറഞ്ഞ results.jsx എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഇതാണ് results.jsx ഫയല്. അതിൽ എത്രാമത്തെ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രാമത്തെ ലൈനിൽ എത്രാമത്തെ കോളമിൽ. ഓക്കെ, 8 4 അങ്ങനെ നോക്കുകയാണെങ്കിൽ 8ാമത്തെ ലൈനില് 4ാമത്തെ കോളത്തിൽ. സോ ഇവിടെയാണ് എന്തോ എറർ അടിക്കുന്നത്. സോ റിസൾട്ട്സ് ഓഫ് 0 ആക്ച്വലി ഇത് അൺഡിഫൈൻഡ് ആണ്. അപ്പൊ ഇവിടെ അൺഡിഫൈൻഡ് ആവാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം റിസൾട്ട്സിന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് empty അറയാണ്. അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിസൾട്ട്സിനകത്ത് നമ്മൾ ഈ റിസൾട്ട്സിന് ഇവിടെ ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ നമുക്ക് ഈ കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. അത് എവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ investment.jsനകത്താണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ആ ഫംഗ്ഷൻ ഇരിക്കുന്നത്. സോ ഈ ഫംഗ്ഷനകത്ത് നമ്മളിവിടെ ഇത് ബാക്കി ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഇത് കുറെ വാല്യൂസ് ആണ്. കോമ കഴിഞ്ഞിട്ട് റിസൾട്ട്സും. ഓക്കെ, സോ ഈ റിസൾട്ട്സിന്റെ വാല്യൂ കിട്ടുന്ന എവിടെയെന്ന് പറഞ്ഞാൽ റിസൾട്ട്സ് ഡോട്ട് പുഷ് എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഫോർ ലൂപ്പ് ആണ്. അപ്പൊ ഈ ഫോർ ലൂപ്പിന്റെ കണ്ടീഷന് കയറണമെങ്കിൽ ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ടാവാം. കാരണം ചിലപ്പോ ഈ ഡ്യൂറേഷൻ ഇവിടെ i ഈസിക്കൽ ടു 0, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡ്യൂറേഷൻ നമ്മളിപ്പോ empty അടിച്ചു കൊടുത്തപ്പോഴാണ് ഇത് പൊട്ടിയത്. സോ അവിടെ പൊട്ടിയപ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ i-നെക്കാളിലും ചെറുതായിരിക്കും. അപ്പൊ i-നെക്കാളും ചെറുതാണെങ്കിൽ ഇതിനകത്ത് കയറത്തില്ല. സോ ഇതിനകത്ത് കയറത്തില്ല എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടിനകത്തോട്ട് പുഷ് ചെയ്യില്ല. സോ empty അറേ ആയിരിക്കും അവിടെ വരുന്നത്. സോ ഇവിടെ റിസൾട്ട്സ് ഓഫ് 0.0 എന്ന് പറയുന്നത് അവിടെ കയറത്തില്ല. ബിക്കോസ് ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ ആയിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കാം. സോ അതിനെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ results.jsxനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ബ്രേക്ക് പോയിന്റ് യൂസ് ചെയ്യും. സോ ബ്രേക്ക് പോയിന്റ് യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ
ഇവിടെ നമ്മളെ കോഡ് പോസ് ചെയ്തു. നമ്മൾ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട്സിനകത്ത് അറേയുടെ ലെങ്ത് 1 ആണ്. ഓക്കെ, അപ്പൊ അറേ ഉണ്ടെന്നാണ് അർത്ഥം. ഞാൻ ഇവിടെ പ്ലേ അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അറേയുടെ ലെങ്ത് 0, അതായത് അറേ എം ടി ആണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. സോ ഇവിടെ ബ്രേക്ക് പോയിന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഡ് നമ്മളിവിടെ ഇൻപുട്ടിൽ എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിക്യൂട്ട് ആകുമ്പോൾ നമ്മൾ ബ്രേക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെച്ച് കോഡ് പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇൻപുട്ട്, റിസൾട്ട്സ്, അങ്ങനെ എല്ലാം വാല്യൂ നമ്മളിങ്ങനെ ഹോവർ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. സോ ഇവിടെ എം ടി ആണ്. ഓക്കെ, സോ ഇവിടെ എം ടി ആയതുകൊണ്ട് ഇവിടെയാണ് പൊട്ടുന്നത്. അപ്പൊ അവിടെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ റിസൾട്ട്സ് ഡോട്ട് ജെ എസ് എക്സിനകത്ത് കോൺസ്റ്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന് തൊട്ട് മുന്നേ നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യണം. ഇഫ് റിസൾട്ട്സ് ഡോട്ട് ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ സ്പാൻ കൊടുത്തിട്ട് നമുക്കിവിടെ ഇൻവാലിഡ് ഡേറ്റ, അതായത് റിസൾട്ട്സിന്റെ ലെങ്ത്, അതായത് അറേയുടെ ലെങ്ത് 0 അതിന് താഴെയാണെങ്കിൽ നമ്മളിവിടെ റിട്ടേൺ അടിച്ചു കൊടുക്കും. ഇൻവാലിഡ് ഡേറ്റ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ബാക്കി ഇവിടെ ഈ താഴോട്ടൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല. ഇനി നമുക്ക് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ഡേറ്റ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സെന്റർ ആക്കാം, അതിന് നമുക്ക് സ്റ്റൈല് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കാം. സോ ഇത് നമുക്ക് എറർ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ ഇത് ഒരു കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മളിവിടെ 0 എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ 10,000 ഇപ്പൊ ഞാൻ വാല്യൂ വേറെ ഏതെങ്കിലും മാറ്റുവാണെങ്കിൽ 10,000 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പോലെ തോന്നുന്നു. നമുക്ക് F12 അടിച്ചു നോക്കിയാൽ എറേഴ്സിലൊന്നുമില്ല, അതായത് കൺസോൾ എററിനകത്തൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ലോജിക്കലി എന്തോ എറർ കാണിക്കുന്നു. കാരണം 10,000 അടിക്കുമ്പോൾ ഇത് വല്ല ഇങ്ങനെ കുറെ വലിയൊരു നമ്പറൊക്കെ വരുന്നു, പിന്നെ NaN ഒക്കെ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ലോജിക്കൽ എറർ ആണ്. സോ ലോജിക്കൽ എറർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഡീബഗ്ഗർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡീബഗ്ഗർ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് ബ്രേക്ക് പോയിന്റ് അല്ലെങ്കിൽ ഡീബഗ്ഗർ യൂസ് ചെയ്യാം. ഡീബഗ്ഗർ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡീബഗ്ഗർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയും. അതായത് നമ്മൾ കൺസോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ വെച്ച് തന്നെ പോസ് ചെയ്യും. ഓക്കെ, ബ്രേക്ക് പോയിന്റിന് പകരം നമുക്കിവിടെ ഡീബഗ്ഗർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. അവ കൊടുക്കുമ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും നമ്മളെ വാല്യൂ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഡീബഗ്ഗർ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ പോസ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ ബ്രൗസർ, അതായത് ഡീബഗ്ഗർ ടൂൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഈ ഡീബഗ്ഗർ കൺസോൾ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഡീബഗ്ഗർ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളെ ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ, ഇത് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ആണ്. ആ എൻ്റർ ചെയ്ത വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇത് ആക്ച്വലി ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു സ്ട്രിങ്ങും, ഇപ്പൊ നമ്മളൊരു സ്ട്രിങ്ങും പ്ലസ് ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ജോയിൻ ചെയ്യും. ഇപ്പൊ 6 + 6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 12 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 66 ആണ് വന്നിരിക്കുന്നത്. കാരണം സ്ട്രിങ്ങും നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺകാറ്റിനേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. സോ ഇത് ലോജിക്കലി എറർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഇൻറ്റിജർ വാല്യൂ ആക്കും. അതായത് ന്യൂ വാല്യൂവിന് തൊട്ട് മുന്നേ തന്നെ
അതായത് സ്ട്രിങ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ നമ്പർ ആക്കും. ഓക്കെ, ആ നമ്പർ ആക്കാൻ വേണ്ടി നമ്മൾ ന്യൂ വാല്യൂവിന് തൊട്ട് മുന്നേ നമ്മളിവിടെ പ്ലസ് എന്ന് പറഞ്ഞ് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 10,000 ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഡീബഗറിൽ ഇപ്പൊ എറർ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒന്ന് ലോജിക്കൽ എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോഡിംഗ് എറർ വരും. ഈ കോഡിംഗ് എറർ വരുന്നത് നമ്മുടെ കൺസോൾ എറേഴ്സിനകത്തായിരിക്കും കാണുന്നത്. ഓക്കെ, ഈ ഡീബഗർ ടൂളിനകത്തായിരിക്കും നമുക്ക് കൺസോളിൽ കൂടുതൽ എറേഴ്സ് കാണുന്നത്. ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ലോജിക്കലി ആയിട്ട് നമ്മൾ കോഡ് എഴുതി ചെയ്ത് വല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കൺസോളിൽ കാണിക്കത്തില്ല, പക്ഷെ നമ്മൾക്ക് അത് മനസ്സിലാക്കണം എങ്ങനെയാണ് ആ വാല്യൂ വരുന്നത്, ഈ വാല്യൂ വരുന്നത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു ഡെവലപ്പർ ടൂൾ ഉണ്ട്, അതായത് റിയാക്ട് ഡെവലപ്പർ ടൂൾസ്. ഇത് ആക്ച്വലി ബ്രൗസർ എക്സ്റ്റൻഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രോമിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫയർഫോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫയർഫോക്സിന്റെ ആഡ് ഓൺസിനകത്ത് പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. സോ ഓൾറെഡി ഞാൻ ഇവിടെ ആഡ് ഓൺസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ബ്രൗസറിനകത്ത് ബ്രൗസർ എക്സ്റ്റൻഷനിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡെവലപ്പർ ടൂൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡീബഗർ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ടൂളാണ് വന്നിരിക്കുന്നത്. ഒന്ന് കോമ്പോണൻസ്, ഒന്ന് പ്രൊഫൈലർ. പ്രൊഫൈലർ ആക്ച്വലി നമ്മുടെ പ്രൊഫൈല് റെക്കോർഡ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊഫൈലർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കോമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹെഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡറിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കും. യൂസർ ഇൻപുട്ട് ആണെങ്കിൽ യൂസർ ഇൻപുട്ടിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കും. അതുപോലെ റിസൾട്ട്സിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിസൾട്ട്സിൽ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കും. സോ നമ്മൾ ഈ ഓരോ കോമ്പോണന്റ് നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ഈ റിസൾട്ട്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് ഉണ്ട്, ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഇതിനകത്ത് കാണിക്കുന്നത്, റെൻഡേർഡ് ബൈ ആപ്പ്, ക്രിയേറ്റ് റൂട്ട്, അങ്ങനെയൊക്കെ കുറെ കാണിക്കുന്നത്. യൂസർ ഇൻപുട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോപ്സ് ഉണ്ട്, ഓൺ ചേഞ്ച്, അതുപോലെ യൂസർ ഇൻപുട്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് റിയാക്ട് ഡെവലപ്പർ ടൂൾസും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഡെവലപ്പേഴ്സ്. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് റിയാക്റ്റിൽ എങ്ങനെ നമ്മൾ എറേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാമെന്ന് നമ്മൾ നോക്കും.